ശ്രീലങ്കയിൽ ഒരു ചൂടുള്ള ഭാഗം, നല്ല ചൂട് ഉപ്പ് കമ്പനിയൊക്കെ ഉള്ള ശ്രീലങ്കയിൽ തന്നെ കണ്ട ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ സാമ്പാൻ തോട്ടം. ഇവിടെ ഇപ്പം ഈ കഴിഞ്ഞ സർക്കാർ ഇവിടെ നിന്ന് അടിച്ചു ഓടിയേറ്റുന്ന സർക്കാർ ഭയങ്കര അവരുടെ രാജ്യം തന്നെ എല്ലാ കാര്യവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്നും കുറവില്ല. പിന്നെ ഇവിടെ കഴിക്കുന്ന വേപ്പിലാണ് ഒരുപാട് ഈ രാജ്യത്തിലുണ്ടാവും. അതുകൊണ്ട് ഈ നാട്ടുക ആശ്വാസം എല്ലാ സ്ഥലത്തിലും നല്ല തണൽ മരങ്ങളാണ്. ഇതെല്ലാം കഴിക്കുന്ന വേപ്പിലാണ്. ദൂരമായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. വലിയത് അവിടെ വലിയൊരു മരമുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്. ശബ്ദം വെക്കുന്നുണ്ട്. ഒരു കറുത്തതുമുണ്ട്. ആ വെള്ളത്തിൽ നീങ്ങി വരും. നമ്മൾ ഫോട്ടോയിലാണ് നമുക്ക് ഇവരുടെ കെട്ടുന്ന ചിലപ്പോഴും. ഇപ്പോൾ കണ്ട ഇവിടെ അടുത്തെങ്കിലും നല്ല രസമായിരിക്കും. ഇങ്ങോട്ട് വരട്ടെ. നല്ല രസമില്ല കാഴ്ചകളാണ്. മരങ്ങൾ നല്ല ഭംഗിയില്ല. മരത്തുപോലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചോണ്ട് പാത്രങ്ങളൊക്കെ പക്ഷികൾക്ക് മുട്ടോടാനായിരിക്കും. ഇത് നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഒരാളാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? വേറെ പേരാണ് ഇവിടെ. സൗത്ത് ആഫ്രിക്കയിലെ ഒരാളാണിത്. അവിടെ മറ്റൊരു പീക്കോക്ക് ചെയ്യുന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഫോട്ടോ വെക്കാം. അപ്പൊ ഭംഗിയായി നിൽക്കുക. പിടിക്ക വേണ്ട. സൈസ് പ്രാവ് തന്നെ. ഇത് മയിലിൻ്റെ പോലെ ഒരു തരം വർഗ്ഗമാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ പലതരം ഇല്ലാത്തത് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള സ്ഥലത്തുകൾക്ക് വന്നാവാ ഇതൊക്കെ കാണാൻ പറ്റും. തത്തവലാണ് അവർക്ക് ഇല്ല. കൂടുതലും ഇവിടെ കാണുന്നുണ്ടറിയില്ല. തത്തവൾക്ക് ഇങ്ങനെ കൂടുതൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് മുട്ടയിടാനും ഇരിക്കാനൊക്കെ അവിടെ കൂടുണ്ട് അറ്റത്ത്. അങ്ങോട്ട് പോകാൻ പാടില്ലാണ്ട് എഴുതി വെച്ചുണ്ട്. പിന്നെ ബാത്റൂമിലൊക്കെ പോകാനുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും താഴ്ചയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിവിടെ താമസിക്കുന്നവർക്കുള്ള വീടും കാര്യങ്ങളായിരിക്കും അവിടെ. അതെല്ലാം ഉണ്ട്. ജനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടേക്ക്. ഇത് കണ്ട ഇത്ര നല്ല സംവിധാനം, നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗാന ഈ ഗാന എന്ന് പറയുന്ന രാജ്യത്തിലുള്ള പക്ഷികളാണ്. ഏറ്റവും ബാക്കിൽ നിൽക്കുന്നുണ്ട് അവർ കൂടുതൽ. അങ്ങോട്ട് പോയി നോക്കണം. യെല്ലോ പീച്ച് പീസൻറ്റ്. ഇന്ത്യയിൽ വാങ്ങാമ നോക്കിക്കോ. വെയിൽ നിൽക്കുന്നുണ്ട്. ഇവർക്ക് ചൂടിലൊക്കെ ജീവിക്കാനുള്ള എല്ലാ തരവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ പക്ഷിയിലാണ് കേട്ടോ. ഇവർ ഓസ്ട്രേലിയയിലുള്ളവരാണ് കേട്ടോ. എടാ മോനെ ഇങ്ങോട്ട് വന്നേ. ഷിപ്പ് ബട്ടർ ഇത് ആടുകളുടെ പോലെ ഉണ്ട്. ഇവരൊക്കെ ആടുകളുടെ പോലെ ഉണ്ട് കാണാൻ. ആടെ കാണാൻ ഉയരമുണ്ട്. വൈറ്റ് റാഹിയ സൗത്ത് അമേരിക്ക ഭയങ്കര സംഭവങ്ങളാണ് തന്നെ അമേരിക്കയിൽ ഉള്ളത്. കാരണം അമേരിക്കാണ്ട് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ അത് ഇത്തരം മുതലൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്ത മുതലുകളാണ് ഉള്ളത്.
ഇതൊക്കെ കളിക്കാൻ നല്ല സംവിധാനം ചെഞ്ഞു വെച്ചോണ്ട് കൂട്ടിൽ നിൽക്കുന്ന കണ്ടില്ല, ഒരാൾ പറന്നു വന്നത് വീഡിയോ എടുക്കാൻ പറ്റാണ്ട്. പലതരം മയിലാണ്, അവിടെ പോയി നോക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ പൈസ 500 റുപ്യ, ഇവിടേക്ക് 2500 രൂപയാണ്. അപ്പോൾ ഇത് ടൊറാക്കോ, ഇത് വായിച്ച് നോക്കാം. നല്ല ഭംഗിയുണ്ട്. ഈ ആൾ എവിടെ ഉണ്ടെന്ന് അറിയില്ല, വലിയ കൂടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ച് നിൽക്കുകൊണ്ട് അറിയില്ല. ആ അവിടെ ഉണ്ട്, ഒരാളെ ഉള്ളെന്ന് തോന്നി, ഇനി ഉണ്ടെന്ന് അറിയില്ല. എന്നാലും നല്ല രസമാണ്. ഇതുപോലെ അതെല്ലാം നല്ല വരുമാനം വരികയായിരിക്കും, ഇല്ലാമേ ഉണ്ടാവില്ല. ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട്, ഫുൾ ടൈം ക്ലീൻ ഉണ്ട് തോന്നുന്നു. താത്ത നിൽക്കുന്ന കണ്ടില്ലേ. കൂട് കൊണ്ടിട്ട് അവർക്ക് ഇരിക്കാൻ പല പോലെ അടിച്ച് കൂടുപോലാണിത്. നല്ല സർവീസാണ്, സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചുണ്ട്. ഇത് 900 ആണ് ഇവിടേക്ക് വരാൻ. ഇവിടെ ശ്രീലങ്ക 900 ആണ്. ആ ഇത് വേറൊരു തരമാണ്. ഒരു പേര് നോക്കാം, ബ്ലൂ ആൻഡ് ഗോൾഡ് കൗ, ബ്ലൂ ആൻഡ് ഗോൾഡ് മാക്കോ, മിക്ക സൗത്ത് അമേരിക്ക. ആ ഇന്ന് ഇരിക്കുന്നത് കണ്ടില്ലേ. ഈ നല്ല മാഷാല്ല, നല്ല പൈസ ഒക്കെ ചിലവഴിച്ചിട്ടായിരിക്കും ഇവരെയൊക്കെ ഇവിടെ വളർത്തുന്നത്. ഇതാ കൂട്ടത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ക്ലിയറിൻ്റെ അറിയില്ല, മുകളിലെല്ലാം കൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങോട്ട് വരികയാവും ഇപ്പഴല്ല, ഇങ്ങോട്ട് വന്നേ. ഒത്തിരി നല്ല ഭംഗിയുള്ള വലിയ പോലെ തത്ത. കിളി നിൽക്കാണ്ട് തോന്നുന്ന ഒരു കലം ഇവിടെ വെച്ചിട്ടുണ്ട്.